ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്നുള്ളതാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് പോപ്പുലേഷൻ ഈസ് കോൾഡ് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ. അതായത് ഈ പറയുന്ന എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ കിട്ടും. കൂടുതലായിട്ടും 2 മാർക്കിന്റെ സെക്ഷനിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതായത് എന്താണ് എത്ര പേര് ജോലി ചെയ്യുന്നു, ഇത്ര നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പ്രപ്പോർഷൻ ഓഫ് ആൾക്കാർ, എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ എത്ര പേര് നമ്മുടെ ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ ജോലി ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ജനസംഖ്യ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ കിട്ടും. ഇഫ് ദ റേഷ്യോ ഈസ് ഹയർ, ഈ റേഷ്യോ കൂടുതലാണെങ്കിൽ എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ ഈസ് ഹയർ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇതിന്റെ റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റീസൺസ് ഫോർ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. നമ്മൾ ഇപ്പൊ അല്ല മുമ്പത്തെ കുറച്ചു കാലം കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന ആ ഒരു എന്താണ് ടെൻഡൻസി വളരെ കുറവായിരുന്നു. ഓക്കെ, അതായത് സ്ത്രീകൾ വീട്ടുജോലികൾ നോക്കി വീട്ടിലിരിക്കുന്നത് മാത്രമായിരുന്നു എന്ത് അപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈക്വൽ ആയിട്ട് എന്താണ് സ്ത്രീകളും പുരുഷന്മാരും ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ലോവർ വുമൺ വർക്ക് പാർട്ടിസിപ്പേഷന്റെ റീസൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായിട്ട് കാണപ്പെടുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ റീസൺസ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ആണ് എമംഗ് വുമൺ ഫ്യൂ ആർ ഇലിറ്ററേറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. അതായത് സ്ത്രീകളിൽ തന്നെ കുറെ ആൾക്കാരും എന്താണ് ഇലിറ്ററേറ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് കുറച്ചു പേർക്ക് മാത്രമേ എഡ്യൂക്കേഷൻ ഉള്ളൂ. അപ്പൊ എമംഗ് വുമൺ ഫ്യൂ ആർ ഇലിറ്ററേറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ്, അതായത് കുറെ പേര് എന്താണ് വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകളാണുള്ളത്. അതുപോലെ തന്നെ മെനി ഓഫ് ദ മെൻ വാണ്ട് ടു കീപ് ദെയർ വൈഫ്സ് ആസ് ഹൗസ് വൈഫ്, ദാറ്റ് ഈസ് മെനി വുമൺസ് വാണ്ട്. അതായത് പല പുരുഷന്മാർക്കും അവരുടെ വൈഫ് അതായത് ഭാര്യമാര് എന്താണ് വീട്ടമ്മമാരായിട്ടിരിക്കാനാണ് ആഗ്രഹം. പല സ്ത്രീകളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതും എന്താണ് ഈ ഒരു ലോവർ വർക്ക് പാർട്ടിസിപ്പേഷന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഹൈ പേയിങ് ജോബ്സ് ആർ ഇൻ അർബൻ ഏരിയാസ്. അതായത് നല്ല വരുമാനം കിട്ടുന്ന ജോലികളൊക്കെ എവിടെയാണ്? അർബൻ ഏരിയാസിലാണ്. അതായത് നഗരപ്രദേശങ്ങളിലാണ് എന്ത് നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ജോലികളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആർ ലെസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റൂറൽ വുമൺ എന്തിനു ഫോഴ്സ് ചെയ്യാണ്? എനി ഇൻകം ജനറേറ്റിംഗ് വർക്ക്, അതായത് ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടാനായിട്ട് നമ്മുടെ റൂറൽ ഏരിയയിലുള്ള സ്ത്രീകൾ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് റീസൺസ് പഠിച്ചു. ഒന്നാമത്തെ ആണ് എന്താണ് വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളവരുള്ളൂ. അതുപോലെ തന്നെ മെനി ഓഫ് ദ മെൻ, അതായത് കൂടുതൽ പുരുഷന്മാർക്കും അവരുടെ ഭാര്യമാരെ എന്താണ് ഹൗസ് വൈഫ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹം. പല സ്ത്രീകളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഹൈ പേയിങ് ജോബ്സ് ആർ ഇൻ അർബൻ ഏരിയാസ്. അതായത് നല്ല സാലറി കിട്ടുന്ന ഹൈ പേയിങ് ജോബ്സ് ഒക്കെ എവിടെയാണുള്ളത്? അർബൻ ഏരിയാസിലാണുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ആർ ലെസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് റൂറൽ ഏരിയാസിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂറൽ വുമൺസ് ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളൊക്കെ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വർക്കില് ഏർപ്പെടാനായിട്ട് അവര് ഫോഴ്സ്ഡ് ആവുകയാണ്. ഇതൊക്കെയാണ് ലോവർ വുമൺ വർക്ക് പാർട്ടിസിപ്പേഷന്റെ റീസൺസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് തൊഴിൽ രംഗത്ത് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പങ്കാളിത്തം ഇത്ര കുറയാനുള്ള കാരണം എന്നുള്ള രീതിയിൽ നമ്മൾ 5 പോയിന്റ്സ് ആണ് ഇതിൽ പഠിക്കുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന് നമ്മൾ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് ലേബേഴ്സ്, റെഗുലർ സാലറിഡ് എംപ്ലോയീസ്. ഇതിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ദോസ് ഹു റൺ ദെയർ ഓൺ ബിസിനസ് ഫോർ ലിവ്ലിഹുഡ് ആർ കോൾഡ് സെൽഫ് എംപ്ലോയിഡ്. അതായത് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഷോപ്പ് കീപ്പേഴ്സ്, അതായത് കടകൾ നടത്തുന്ന ആൾക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലോയേഴ്സ്, ഇവരൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് പറയാം. സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തതാണ് കാഷ്വൽ വേജ് വർക്കേഴ്സ്. ഇവരെന്ന് പറഞ്ഞാൽ ആസ് ലോങ് ആസ് ദേ വർക്ക് ഫോർ ഡെയിലി വേജസ് ദേ ആർ കോൾഡ് കാഷ്വൽ വേജ് ലേബേഴ്സ്. അതായത് അവർ സ്ഥിരം വരുമാനത്തിന് വേണ്ടിയിട്ട് ഡെയിലി വേജിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് യാതൊരു രീതിയിലുള്ള അലവൻസുകൾ കിട്ടില്ല. അതുപോലെ തന്നെ ദീസ് ആർ ദ പീപ്പിൾ ഹു വർക്ക് ഇൻ ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ആൻഡ് ഫാമേഴ്സ് ആൻഡ് കമ്പനീസ്. അതായത് എന്താണ് ഫാംസിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാഷ്വൽ വേജ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഡെയിലി എന്താണ്
കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവർക്ക് യാതൊരു രീതിയിലുള്ള അലോവൻസുകളും കിട്ടില്ല. അത് എങ്ങനെയുള്ള അതുപോലെ തന്നെ വർക്ക് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവർക്ക് എന്തായിരിക്കും തീരെ കുറവായിരിക്കും. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് അവർക്ക് യാതൊരു രീതിയിലുള്ള അലോവൻസുകളും ഉണ്ടാവില്ല. അവർക്ക് എന്താണ് ഡെയിലി വേജസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എന്താണ് അവർക്ക് ജോബ് സെക്യൂരിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. അടുത്തതാണ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. ഇവരെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിന്റെയും അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെയും ഡിഫറൻസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പഠിക്കുന്നുണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ, ചില പ്രൈവറ്റ് സെക്ടർ കമ്പനീസിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്തായിരിക്കും നല്ല ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള അലോവൻസുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ 3 രീതിയിലാണ് വർക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, കാഷ്വൽ വേജ് വർക്കേഴ്സ് ഉണ്ട്, റെഗുലർ സാലറീഡ് എംപ്ലോയീസ് ഉണ്ട്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ബിസിനസ് മാൻമാര്, അതുപോലെ തന്നെ ഷോപ്പ് കീപ്പേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇവരൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ. കാഷ്വൽ വേജ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും ഫാമുകളിലൊക്കെ എന്താണ് ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാഷ്വൽ വേജ് ലേബേഴ്സ് എന്ന് പറയുന്നത്. റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ, അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ, ചില പ്രത്യേക പ്രൈവറ്റ് സെക്ടർ കമ്പനീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. ഓർഗനൈസ്ഡ് സെക്ടറിനെ നമ്മൾ എന്തുകൂടി വിളിക്കുന്നുണ്ട് ഫോർമൽ സെക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും ഇൻഫോർമൽ സെക്ടർ എന്ന് വിളിക്കും. ഓർഗനൈസ്ഡ് സെക്ടറിൽ ഫെയർ വേജസ് ആണ്, ന്യായമായിട്ടുള്ള എന്താണ് സാലറി ആണ് അവർക്ക് കിട്ടുക. പക്ഷേ അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോൾ എന്താണ് ലോ വേജസ് ആണ്. അവർ ചെയ്യുന്ന ജോലിക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൂലി ഒന്നും ആർക്ക് കിട്ടില്ല, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സെക്ടറിലെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് അവർ ഇത്ര സമയത്തിന് എന്ത് ചെയ്താൽ മതി ജോലി ചെയ്താൽ മതി. അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോൾ എന്താണ് വർക്കിംഗ് അവേഴ്സ് ആർ നോട്ട് ഫിക്സഡ്. വർക്കിംഗ് അവേഴ്സ് എന്തല്ല ഫിക്സഡ് അല്ല. അവർക്ക് എന്താണ് തോന്നിയ സമയം വരെ, അതായത് എത്ര സമയമാണ് അവരുടെ ഉടമസ്ഥൻ പറയുന്നത്, ജോലി ചെയ്യിപ്പിക്കുന്ന ആള് പറയുന്നത്, ആ സമയം വരെ ജോലി ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയി സ്കീംസ് ലൈക്ക് പെൻഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ് എക്സെട്ര ആർക്കുണ്ട് ഓർഗനൈസ്ഡ് സെക്ടറിലെ ആൾക്കാർക്കുണ്ട്. എംപ്ലോയി സ്കീംസ് ലൈക്ക് പെൻഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇതൊക്കെ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്കുണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള യാതൊരു ബെനിഫിറ്റുകളും ഇല്ല. ഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്, നല്ല എന്താണ് എംപ്ലോയ്മെന്റ് ഫ്രണ്ട്ലി, എംപ്ലോയീസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഓർഗനൈസ്ഡ് സെക്ടറിൽ. അൺഓർഗനൈസ്ഡിലേക്ക് വരുമ്പോൾ അതെന്താണ് വർക്കിംഗ് കണ്ടീഷൻ ഈസ് വെരി പുവർ, അതായത് എന്താണ് നോട്ട് ഗുഡ് ആണ്. അതായത് ഒട്ടും നല്ല രീതിയിലുള്ള ജോബ് സെക്യൂരിറ്റി ഇല്ല ഓൾറെഡി. അതുകൊണ്ട് തന്നെ എന്താണ് വർക്കിംഗ് കണ്ടീഷൻ അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓർഗനൈസ്ഡ് സെക്ടറിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, കാഷ്വൽ വേജ് വർക്കേഴ്സ്, ഇവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പെടുത്തുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനും എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഇവർ തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് അൺഎംപ്ലോയ്മെന്റ്, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തേതാണ് എന്താണ് അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് ബട്ട് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ. അതായത് ആളുകൾ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് അവർക്ക്, പക്ഷേ ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഡിസ്ഗസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഇതിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എ person is willing to work but work is not available. അതായത് പീപ്പിൾ എന്താണ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി വില്ലിംഗ് ആണ്, പക്ഷെ വർക്ക് അവൈലബിൾ അല്ല. ഇതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ ആളുകൾ ഒരു സെലക്ടഡ് ഏരിയാസിൽ ജോലി കിട്ടുന്നത് നോക്കി കാത്തു നിൽക്കുന്നത്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ആളുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ നമുക്ക് എന്ത് പറയാം ഓപ്പൺ അൺഎംപ്ലോയ്മെന്റിൽ പെടുത്താൻ പറ്റും. ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിറ്റുവേഷൻ ആണ്. അതായത് അഗ്രികൾച്ചറിലൊക്കെ എന്താണ് നമുക്ക് ആവശ്യമുള്ള ഇതിലെയും ആൾക്കാരെ നമുക്ക് എന്താണ് ജോലിയിൽ ഉണ്ടാവുമ്പോൾ ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് എന്ത് ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ദിസ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് മോർ പീപ്പിൾ ആർ വില്ലിംഗ് ടു എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ ദാൻ necessary. Even if some people employed in agriculture withdrawn, the output will not decline. അതായത് ഇപ്പോ ഒരു 10-15 പേരുണ്ടെന്ന് വിചാരിക്കുക ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ, ഒരു ഫാമിൽ എന്താണ് ഒരു 10-15 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 15 പേര് വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. ഇതിൽ 10 പേരെ നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ. ഈ 5 പേര് പോയാലും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ 5 പേർക്ക് ഓൾറെഡി എപ്പോ വേണമെങ്കിലും
എന്ത് ചെയ്യാം, അവരുടെ ജോലി നഷ്ടപ്പെടാം. ഇതാണ് ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇത് പേര് പറഞ്ഞ പോലെ തന്നെ സീസൺസ് അനുസരിച്ചിട്ട് അവർക്ക് എന്തുണ്ടാവുള്ളൂ, ജോലി ഉണ്ടാവുള്ളൂ. അതായത് അഗ്രികൾച്ചർ സെക്ടർ ആണ് സീസണൽ അൺഎംപ്ലോയ്മെന്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇതിലെന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് സോയിങ് സീസണിലും അതുപോലെ തന്നെ ഹാർവസ്റ്റിംഗ് സീസണിലൊക്കെ ഇവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ കൃഷിക്കാർ എന്താണ്, തൊഴിൽ രഹിതരാണ്, അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുക. അതായത് വിത്ത് വിതയ്ക്കുന്ന സമയത്തും അതിനുശേഷം വിളവെടുക്കുന്നതിന് സമയത്തുള്ള ഗ്യാപ്പ് ഒക്കെ ഇവർ എന്താണ്, ആ ഒരു ടൈം ഗ്യാപ്പ് ഒക്കെ ഇവര് ജോലി ഇല്ലാതെ കഴിയുന്ന ആൾക്കാരാണ്. നാലാമത്തെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ദാറ്റ് ഒക്യൂർസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി is structural unemployment. For example, unemployment resulted as in introduction of new machinery. അതായത് ഇതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെക്നോളജി, അതായത് ടെക്നോളജിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇത് എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെഷീനറി, പുതിയ മെഷീനറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അതെന്താണ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. 4 ടൈപ്സ് നമ്മൾ പഠിച്ചു. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക്, അതുപോലെ തന്നെ വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊരു സ്പെസിഫിക് പ്ലേസിലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരോ നമുക്ക് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റിൽ പെടുത്താം. ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നെസസറി ആയിട്ടുള്ള ആൾക്കാരിലേക്കാളും കൂടുതൽ അഗ്രികൾച്ചറിൽ ഉണ്ടാവുക. ഇപ്പൊ കുറച്ച് ആൾക്കാർ വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാവില്ല. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ ആണ് ഏറ്റവും എക്സാമ്പിൾ. അതായത് ഈ സോയിങ്ങും ഹാർവസ്റ്റിനും ഇടയിലുള്ള സീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈ കൃഷിക്കാർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കും. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മെഷീനറീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും. അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിൽ പറയുന്നത്. നമ്മള് അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു, അതിന്റെ ടൈപ്സ് പഠിച്ചു, ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, വർക്കേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ, സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ്ഡ്, അതുപോലെ തന്നെ റെഗുലർ സാലറീഡ്, അതുപോലെ എന്താണ് ഈ സ്ത്രീകളുടെ കുറഞ്ഞ പങ്കാളിത്തം, തൊഴിൽ പങ്കാളിത്തത്തിനുള്ള കാരണം എന്ന് പറഞ്ഞു, അതുപോലെ എന്താണ് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.